പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം ദരിദ്ര കുടുംബങ്ങൾക്ക് നൽകുന്ന പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിക്കുറച്ച് കേന്ദ്രം 9 നിന്ന് 4 കുറച്ചത്. 2016 പദ്ധതി ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ വർഷം 12 സിലിണ്ടറുകൾ നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം ഇത് 9 ആക്കി. പദ്ധതി പ്രകാരം 300 രൂപയാണ് ഒരു സിലിണ്ടറിന് സബ്സിഡി നൽകുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ശരാശരി വാർഷിക ഉപഭോഗം കണക്കിലെടുത്താണ് പുതുക്കിയ കോട്ട നിശ്ചയിച്ചത് എന്നാണ് പെട്രോളിയം മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ എം കനൂജയുടെ വിശദീകരണം. അന്താരാഷ്ട്ര വിപണികളിലെ നിരക്കനുസരിച്ച് 14.2 കിലോഗ്രാം LPG നൽകുമ്പോൾ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് 700 രൂപ നഷ്ടം വരികയാണെന്നും കനൂജ ചൂണ്ടിക്കാട്ടി. പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില സിലിണ്ടറിന് 29 രൂപ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ പുതിയ നീക്കം. 3 മാസത്തിനിടെ രണ്ടാമത്തെ വർധനയാണിത്. പുതുക്കിയ വില പ്രാബല്യത്തിലായി. 14.2 കിലോഗ്രാമിന്റെ സിലിണ്ടറിന്റെ വില തിരുവനന്തപുരത്ത് 951 രൂപയായി. പശ്ചിമേഷ്യയിലെ യുദ്ധം കണക്കിലെടുത്ത് മാർച്ച് 7 സിലിണ്ടർ വില 60 രൂപ കൂട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്രോൾ, ഡീസൽ, വാണിജ്യ പാചകവാതകം എന്നിവയുടെ വിലയും വർദ്ധിപ്പിച്ചിരുന്നു.